ജെറി അമൽദേവിന് തലനാരിഴക്കാണ് പണം നഷ്ടമാകാതിരുന്നത്. കൃത്യമായ ഇടപെടൽ ഈ ഫെഡറൽ ബാങ്കിൻ്റെ മാനേജറുടെ ഭാഗത്താണ് ഉണ്ടായത്. എന്താണ് സംഭവിച്ചതെന്ന് അവരോട് തന്നെ ചോദിക്കാം. എങ്ങനെയാണ് ഇത് മനസ്സിലായത് തട്ടിപ്പാണ്? അദ്ദേഹം ഇത് പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ എങ്ങനെയാണ് ഇത് മനസ്സിലായത്? ആക്ച്വലി സാർ ഇവിടെ ജസ്റ്റ് പാനിക്കായിട്ടാണ് കയറി വന്നത്. പക്ഷെ എന്നോട് വേറെ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ജസ്റ്റ് ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതും എത്ര ബാലൻസ് ഉണ്ട് അക്കൗണ്ടിൽ അതൊക്കെ ചെക്ക് ചെയ്തിട്ട്. പക്ഷേ എന്നോട് സംസാരിക്കുമ്പോൾ പുള്ളി വേറൊരു കോളിലായിരുന്നു. ആ കോൾ കട്ട് ചെയ്യാനൊന്നും പുള്ളി, ഞാൻ പറഞ്ഞു സാറേ ഒന്ന് കട്ട് ചെയ്യാം, കാരണം ഓൾറെഡി അക്കൗണ്ട് ബാലൻസ് ഒക്കെയാണ് പുള്ളിയുടെ ആണെങ്കിലും നമ്മളൊന്ന് പറഞ്ഞു ഒന്ന് കോൾ കട്ട് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി ട്രാൻസ്പാരൻസി ഉണ്ടാവുമല്ലോ സംസാരിക്കുമ്പോൾ. പക്ഷേ പുള്ളി ഫുൾ പാനിക്കായതുകൊണ്ട് പുള്ളി ഒന്നും മനസ്സിലാപ്പോൾ എനിക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നിയായിരുന്നു. പിന്നെ ഇങ്ങനത്തെ റീസെൻ്റ്ലി ഒരു വലിയൊരു എമൗണ്ടിൻ്റെ ഒരു ട്രാൻസാക്ഷൻ, അതും നമുക്ക് ഞാൻ തന്നെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു വെളിച്ചത്തിലാണ് ഇതും അങ്ങനെ ആയിരിക്കുമെന്ന് എനിക്ക് ആദ്യമേ തന്നെ ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടായത്. അപ്പോൾ പിന്നെ സാറിൻ്റെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി നോക്കുമ്പോൾ സാറ് ഓൾറെഡി എന്നോട് പേപ്പറും പേനയൊക്കെ ചോദിക്കുന്നു. അപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു എന്ത് പേർപ്പസിനാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറയുന്നത് ഹോം റിലേറ്റഡ് ആണ്, വീട്ടിലൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് വെച്ചാൽ ഒട്ടും വോളിയം പുറത്ത് വരാതെയാണ് പുള്ളി സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ച് ഞാൻ എന്ത് ചെയ്തു, ഞാനും പേപ്പറും പേന എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഒരുപാട് ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻസ് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കേസിലാണ് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് സാറേ, അപ്പോൾ ഇത് ജെന്യുവിൻ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് അയച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ പുള്ളി പറഞ്ഞു ഇല്ല, ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദാറ്റ്, ഇറ്റ്സ് മൈ മണി, യു ഹാവ് ടു ട്രാൻസ്ഫർ ദാറ്റ് ഫണ്ട്, അത്രയും പറയുന്നുള്ളൂ. എന്നാലും ഞാൻ മനസ്സോടെ ഞാൻ എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിൽ RTGS ചെയ്യാൻ വേണ്ടിയിട്ട് ചെക്കും സ്ലിപ്പും എല്ലാം വാങ്ങിച്ചു. ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി സ്റ്റേറ്റ് ബാങ്കിൻ്റെ വേറൊരു അക്കൗണ്ടിലേക്ക്, ഞാൻ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യ ബേസ്ഡ് ആണ് അക്കൗണ്ട്. ഡീറ്റെയിൽസ് കണ്ടപ്പോൾ തന്നെ, ബ്രാഞ്ചിൻ്റെ ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഒരു ഇതാണ്. ഒരു ജനതാ സേവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അക്കൗണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു സാറേ ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല, സോ സോറി എന്ന് പറഞ്ഞാലും സാറ്, പക്ഷേ ആ ഒരു ടൈമിലാന്ന് തോന്നുന്നു സാർ ഇച്ചിരി ഒരു പാനിക്കായതുകൊണ്ടാണോ എന്നറിയാൻ റേസ് ചെയ്തു, എൻ്റെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് എന്താ നിങ്ങൾക്ക് ഒരു പ്രശ്നം എന്നുള്ളത് ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞു അതുകൊണ്ടല്ല സാറേ, ആരുടെ പൈസയാണെങ്കിലും ഹാർഡ് ഏൺഡ് മണിയാണത്, അത് വേറൊരു രീതിയിൽ മിസ്യൂസ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു പ്രിക്കോഷൻ എടുക്കണം. കാരണം നമുക്ക് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമ്മളത് അങ്ങനെ കൺവേ ചെയ്ത് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നാലും പുള്ളി സമ്മതിക്കുന്നില്ല. കാരണം അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭയങ്കര പ്രഷറാണ്. എന്ന് വെച്ചാൽ പുള്ളി ഇയർഫോണിലാണ് സംസാരിക്കുന്ന അവരോട്, അവരിങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൂടുതലും ബാങ്കുമായിട്ട് അധികം സംസാരിക്കേണ്ട എന്നുള്ള രീതിയിൽ. അവർക്ക് UTR നമ്പർ പെട്ടെന്ന് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു സാറേ വേറൊന്നുമല്ല, നമുക്കിത് ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഇതൊരു വേറൊരു ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആണെങ്കിൽ പിന്നെയും നമുക്കൊരു കൺവിൻസിങ് ആയിട്ട് തോന്നിയേനെ. ഇതൊരു നോൺ ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആയിട്ട് തോന്നി. ബേസിക്കലി ഒരു മുക്തിയാർ നഗർ ബ്രാഞ്ച്, അങ്ങനെ ഒരു ന്യൂഡൽഹിയിലെ ഒരു ബ്രാഞ്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ സാർ അപ്പോഴത്തേക്ക് റൈസായി. പക്ഷേ എങ്കിലും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പോലീസിൽ, അപ്പോൾ സാറിനെ വിളിച്ചു, ഞാൻ കാര്യം പറഞ്ഞു. സാർ അപ്പോൾ തന്നെ ജെറി സാറിനോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് അവർ സാറ് പറഞ്ഞത് ബേസിക്കലി ഇത്രേ ഉള്ളൂ, ഒരാൾ അറസ്റ്റ് ചെയ്യണമെങ്കിൽ വാറണ്ട് ഇഷ്യൂ ചെയ്യണം. അവർക്ക് എന്ത് വാറണ്ടാണുള്ളത്, ഒരിക്കലും സെൻട്രൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ടോ CBI എന്ന് പറഞ്ഞിട്ടോ ഒരിക്കലും ഒരാൾ വീഡിയോ കോളിൽ വന്നിട്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്താലേ ഞങ്ങൾ അത് ചെയ്യുള്ളൂ ഇത് ചെയ്യുള്ളൂ എന്നങ്ങനെ ഒരിക്കലും പറയത്തില്ല. അതിനകത്തൊരു ജെന്യുവിനെസ് ഇല്ല. അപ്പോൾ അത് പുള്ളിയും കൂടി കൺവേ ചെയ്തപ്പോൾ ഏകദേശം സാറിന് അതിൻ്റെ ഒരു ഇത് മനസ്സിലായി, ആ ഫ്രോഡുലന്റ് നേച്ചർ മനസ്സിലായി. അങ്ങനെ സാർ അതിൽ നിന്ന് പിൻവാങ്ങി. ഇത്തരം തട്ടിപ്പുകൾ നിരന്തരം നടക്കുന്നുണ്ടല്ലോ? വരുന്നുണ്ട് ഡെയിലി നല്ല വലിയ എമൗണ്ടുകളാണ് പോകുന്നത്. ബട്ട് എന്താ പറയുക, അതൊരു ലൈം ലൈറ്റിലോട്ട് അതിനെ കൂടുതൽ കൊണ്ടുവരുന്നില്ല, അതാണ് പ്രശ്നം. കൃത്യമായ ഇടപെടൽ ബാങ്കിൻ്റെ ഭാഗത്തുനിന്നുണ്ടായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പണം നഷ്ടമാകാതിരുന്നത്. അപ്പോൾ ഇത്തരം തട്ടിപ്പുകളുമായി ആളുകൾ സമീപിക്കുമ്പോൾ ബാങ്ക് അധികൃതരോടുകൂടി സംസാരിക്കുന്നത് നന്നായിരിക്കും തോന്നുന്നു. നന്ദേഷ് ശർമ്മ, വിഷ്ണു സുരേഷ്, 24.